സുലഭമായി നിസ്കാരം കളാ ആക്കുക. എന്നിട്ട് ഞാൻ കളാ കിട്ടിയാലോ ഒന്ന്, അതോടുകൂടെ വളരെ സായുജ്യം, സംതൃപ്തി. ആര് പറഞ്ഞു കളാ വീട്ടൽ അതാ ഇന്ന് പകരാണ്? കളാ വീട്ടൽ നമ്മുടെ ഒരു ആശ്വാസത്തിന് ചെയ്യുന്ന പരിപാടിയാണ്. ബോധപൂർവം കളാ ആക്കിയതാണോ അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കും. കാരുണ്യവാനായ റബ്ബ് പുറത്താലൊഴികെ. അത് ഏത് പാപത്തെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും? കാരുണ്യവാനായ റബ്ബ് പുറത്താലൊഴികെ. അതിന്റെ നേരാവണ്ണം നമ്മൾ പരിശോധിക്കുമ്പോൾ മറന്നുപോയി ഒരാൾ, സമ്പൂർണമായി മറന്നു, അയാള് കാരണക്കാരനാണ്. മൂപ്പർക്ക് കളാ ആക്കിയതിന്റെ കുറ്റം കിട്ടൂല. കളാ ആയതാണ്. ഒരാൾ ഉറങ്ങിപ്പോയി, സാധാരണഗതിയിൽ അയാൾ സമയത്ത് ഉണരാറുണ്ട്, അലാറം വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അയാൾ ഭദ്രാക്കിയിട്ടുണ്ട്. പക്ഷെ വഖത്തിന് അയാൾ ഉണർന്നു പോയില്ല, യാദൃച്ഛികമായി അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഒരാൾ നല്ല ചായ ആണെന്ന് കരുതി, നല്ല കട്ടൻ ചായ കരുതി ഒറ്റ വലിക്ക് കുടിച്ചു. അതെന്തോ ഒരു ലഹരി വസ്തുവായിരുന്നു. അയാൾ അകാരണമായി ലഹരിക്ക് വിധേയനായി. അകാരണമായി ഒരാൾ ഒരു വഖത്തിൽ ബോധക്ഷയം നേരിട്ടു. പിന്നെ അയാൾ ഉണർന്നപ്പോഴേക്ക്, അയാൾക്ക് ബോധം വന്നപ്പോഴേക്ക് വഖത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ കാരണത്തോടുകൂടെ നിസ്കാരം കളാക്കണതാണ്. ഞാനിങ്ങനെ ഏതോ ഒരു യാത്രയിലായിരുന്നു, എൻ്റെ കമ്പനിയിലേക്ക് വണ്ടി പെട്ടെന്ന് എത്തിക്കേണ്ടിയിരുന്നു, ബ്ലോക്ക് കുടുങ്ങിപ്പോയി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ആ ബ്ലോക്ക് ഉണ്ടാവുന്ന സ്ഥിരം ബോധ്യമുള്ള ഒരു ഡ്രൈവർക്ക് നിസ്കാരം കഴിഞ്ഞിട്ടേ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ വളരെ സിമ്പിളായിട്ട് കിടന്നുറങ്ങുക, രാത്രിയൊക്കെ ജോലി ചെയ്തു വരിക, എന്നിട്ട് സുബഹിസ്കരിക്കാതെ കിടന്നുറങ്ങുക, ഒരു 11 മണിക്ക് 12 മണിക്ക് എഴുന്നേൽക്കുക. ഗൾഫിലൊക്കെ പ്രത്യേകിച്ച് കാണുന്ന ഒരു ട്രെൻഡാണ്. എന്നിട്ട് അത് എന്റെ ജോലി അങ്ങനെ ആയിട്ടല്ലേ എന്ന് ചില ആളുകൾ രാത്രി വെറുതെ ഇരുന്നിട്ട് സമയം കളയാണ്. 1 മണിക്കൂർ മുന്നെങ്കിലും ഈ മൊബൈൽ ഫോണിലേക്ക് നോക്കൽ നിർത്തണം എന്നാണ്. ഉറക്ക് സുഗമമായി നടക്കണം എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്നുള്ള ചില റെഡ് ലൈറ്റുകൾ നമ്മുടെ തലച്ചോറ് ആഗിരണം ചെയ്തു വെക്കും. അത് 1.5 മണിക്കൂർ തലച്ചോറിൽ അങ്ങനെ തന്നെ കത്തി നിൽക്കും. അപ്പൊ നമ്മള് ഉറക്കത്തിൽ പോലും കടന്നിട്ട് പോലും മൊബൈൽ നോക്കി ഇങ്ങനെ കടന്നിരിക്കുകയാണോ? കണ്ണടച്ചിട്ടുണ്ടാവും, നമ്മൾ ഉറങ്ങിയത് പോലെ ആയിട്ടുണ്ടാവും, പക്ഷെ തലച്ചോറിന് വിശ്രമം കിട്ടിയില്ല. അവിടെ 1.5 മണിക്കൂർ ബ്ലൂ ലൈറ്റ് കത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോ വെറുതെ ഒരു ഉറക്കായി മാറും. ഉറക്കമുണ്ടാകുന്ന ശാരീരികമായ സന്തോഷം അല്ലെങ്കിൽ സമ്പൂർണമായ വിശ്രമം സാധ്യമല്ലാതെ വരും. സ്വാഭാവികമായും സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ ഉറക്കച്ചടവ് മാറിയിട്ടുണ്ടാവില്ല. കൊട്ടാവിട്ട് കണ്ണു തിരുമ്മി ഒന്നുകൂടെ കിടക്കട്ടെ ഒരു 10 മിനിറ്റ് എന്ന് കരുതി എഴുന്നേറ്റ് നിന്നാൽ തന്നെയും സംസ്കൃതത്തിൽ പറഞ്ഞ തൂഷ്ണയും ഭാവം എന്ന് വെച്ചാൽ പിന്നെ ഉറങ്ങി തൂങ്ങി ആ അന്തം വിട്ടുള്ള കുറച്ച് നിമിഷങ്ങളുണ്ടല്ലോ, അത് കൂടുതൽ വരും. അപ്പൊ കാരണങ്ങൾ പഠിച്ച് അതിൽ നിന്ന് മാറി നിന്ന് നേരാവണ്ണം ഉറങ്ങി സുബഹിക്ക് എഴുന്നേൽക്കാതെ എന്റെ ജോലി അങ്ങനെ ആയതുകൊണ്ടാണ് ന്യായീകരണം പറയുന്നവർ പടച്ചറബിന് യഥാവിധി ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.